പത്തരമാറ്റിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നവ്യ മുന്നോട്ട് പോകുന്നുണ്ട്. AN ജ്വല്ലറിയെ ഇത്രമാത്രം തകർത്താൽ പോരാ, മുഴുവനായിട്ട് തകർക്കണമെന്നുള്ള ചിന്ത നമ്മുടെ നവ്യയുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ആദർശ് എവിടേക്ക് വരുന്നത്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം മുത്തശ്ശൻ ആദർശുമായിട്ട് അനന്തപുരിയിലേക്ക് വന്നെത്തുന്നുണ്ട്. ഇതേ സമയം അവിടെ നടക്കുന്നത് വലിയ സംഭവ വികാസങ്ങളാണ്. ഒരുപക്ഷമല്ല, ഒരു കൂട്ടം തന്നെ ആദർശിനെ വരവേൽക്കുമ്പോൾ ജാനകിയാണെങ്കിൽ ആദർശിനെ വരവേൽക്കാൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഇതേ സമയം ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, എൻ്റെ മകൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നത് കാണാം. അപ്പോഴാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ഇഷ്ടപ്പെടാതിരിക്കാനും കുഴപ്പമൊന്നുമില്ല, പക്ഷേ MD കസേര എൻ്റെ മോൻ്റെ അതാർക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് ജാനകി പറയുന്നത് കാണാം. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എനിക്ക് MD കസേരയൊന്നും വേണ്ട, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി യുദ്ധം ചെയ്ത് വിജയിച്ച് തിരിച്ചു വന്നു. എൻ്റെ മുത്തശ്ശൻ എന്നെ സ്വീകരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അധികാരം മോഹിച്ച് ഞാൻ വന്നതല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇവിടെയാണെങ്കിലോ നവ്യ ആ കാഴ്ച കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നവ്യ ആഗ്രഹിച്ചത് ആദർശിൻ്റെയും നയനയുടെയും മടങ്ങിവരവാണ് എന്ന് കാണാൻ കഴിയും. എങ്ങനെയെങ്കിലും അവൾ വന്നു കഴിഞ്ഞാൽ തൻ്റെ കൂടെ തൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അവരെ തൻ്റെ കൂടെ നിർത്തണമെന്ന് ചിന്തിക്കുന്നത് കാണാൻ കഴിയും, കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അവർ വരുന്നതും നവ്യ സന്തോഷിക്കുന്നതും